കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം
ഞങ്ങൾ വാഴ്ത്തും അമ്മേ, ഞങ്ങൾ വാഴ്ത്തും അമ്മേ, മരിയേ മരിയേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ മറിയത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത് വചനം മാംസമായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചവളാണ് പരിശുദ്ധ മറിയം. ജീവിതം മുഴുവനും വെച്ചു വിളമ്പി വിരുന്നാക്കി മാറ്റിയ പരിശുദ്ധ മറിയം തൻ്റെ പുത്രനെ നമുക്ക് മുഴുവനായി നൽകി. ദൈവത്തിൻ്റെ രക്ഷാകര ഇടപെടലിൻ്റെ പ്രത്യക്ഷമായ ഫലമാണ് ഈശോയുടെ മറിയത്തിൽ നിന്നുള്ള ജനനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട അലൻ ഇങ്ങനെ പറയുന്നു, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നിത്യവചനത്തിൻ്റെ മനുഷ്യ അവതാരമാണെന്ന്. ഉൽപ്പത്തി 18:6 നാം കാണുന്നു, അബ്രാഹമിൻ്റെയും സാറായുടെയും ഭവനത്തിലേക്ക് ദൈവം കടന്നു വരുമ്പോൾ അവിടെ ഒരു വിരുന്നൊരുക്കപ്പെടുന്നുണ്ട്. 3 ഇടങ്ങഴി മാവ് കുഴച്ച് നല്ല രുചിയുള്ള അപ്പമുണ്ടാക്കി ദൈവത്തിന് കൊടുത്തപ്പോൾ സാറാമ്മയ്ക്ക് കിട്ടിയത് ഒരു പൊന്നോമന കുട്ടനെയാണ്. എന്നാൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം മുഴുവനും വെച്ചു വിളമ്പി വിരുന്നാക്കി മാറ്റിയപ്പോൾ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അമ്മയുടെ പൊന്നോമന കുട്ടനെയാണ്. മംഗളവാർത്തയിൽ ആരംഭിച്ച വിരുന്നിൻ്റെ തീർത്ഥാടനം പുൽക്കൂടും കടന്ന് കാൽവരിയും പിന്നിട്ട് കാൽവരിയുടെ താഴ്വരയിൽ തിരുക്കുമാരൻ്റെ തിരുശരീരം ഏറ്റുവാങ്ങുവാൻ 2 കരങ്ങളും വിരിച്ചു നിന്ന പരിശുദ്ധ അമ്മയെ നാം മറന്നു പോകരുത്. ഹൗവ പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായപ്പോൾ മറിയം സ്വർഗത്തിലേക്ക് കയറ്റപ്പെട്ടുകൊണ്ട് നമുക്ക് അനുഗ്രഹമായി തീർന്നു. ഹൗവയിലൂടെ മരണവും മറിയത്തിലൂടെ ജീവനും സംഭവിച്ചു. ആ മറിയത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും കൂട്ടിക്കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകന്റെ ആദ്യ വരവിൻ്റെ അമ്മ മറിയമാണെങ്കിൽ 2ാം വരവിൻ്റെ അമ്മയും മറിയം തന്നെയാണ്. ഈ കാലഘട്ടങ്ങളിലെല്ലാം അതിനായി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസുല റീഡനിലൂടെ ഈശോ നൽകിയ സ്വർഗീയ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ 2ാം വരവ് ഉടനെയുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കെൻ്റെ കാലടി ശബ്ദം കേൾക്കാനാവുമെന്ന്. എല്ലാ അമ്മമാരും അപ്പവും മീനും നൽകി മക്കൾക്ക് നൽകുമ്പോൾ, സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ഈ അമ്മ തൻ്റെ പുത്രനെ നമുക്ക് വിളമ്പിത്തന്നു. പുത്രനെ കുരിശിലേക്ക് വിട്ട് നമുക്ക് യാഗമാകുവാൻ വേണ്ടി, നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി. ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരമാണ് പറയുക, മറിയം രക്ഷയെ ലോകത്തിലേക്ക് പ്രസവിച്ചു, മറിയം സ്വർഗത്തെ ലോകത്തിലേക്ക് പ്രസവിച്ചു എന്ന്. ആദ്യത്തെ സക്രാരിയാണ് പരിശുദ്ധ മറിയം. ആ സക്രാരിയെ നാം എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, അത്യുന്നതൻ വിശുദ്ധീകരിച്ച ദൈവത്തിൻ്റെ കൂടാരമാണ് പരിശുദ്ധ മറിയം. ആത്മാവിലും ശരീരത്തിലും പരിശുദ്ധയാണ് മറിയം. നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായപ്പോൾ രക്ഷയുടെ പേടകമായതുപോലെ ഇന്ന് രക്ഷയിലേക്കും രക്ഷകനിലേക്കുമുള്ള വാഗ്ദാന പേടകമാണ് പരിശുദ്ധ മറിയം. ഈശോയ്ക്ക് വേണ്ടി അമ്മ ഒഴുക്കിയത് കണ്ണുനീരാണെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കുന്നത് വെറും കണ്ണീരല്ല മക്കളെ, രക്തക്കണ്ണീരാണ്. കാരണം നാം ഒക്കെ ഇന്ന് ജീവിക്കുന്നത് പാപാവസ്ഥയിലാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് ഓർക്കാം. ഞാൻ ഇനി മുതൽ എൻ്റെ ഈശോയെ വേദനിപ്പിക്കില്ല, എൻ്റെ അമ്മയെ ഞാൻ വേദനിപ്പിക്കില്ല. അമ്മയോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഈ പാപങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നമുക്ക് ലഭിക്കും. കാൽവരിയിൽ ശതാധിപൻ്റെ കുന്തം കുത്തിപ്പിളർക്കാൻ
കയ്യിലെടുത്ത നിമിഷം തന്നെ അമ്മയുടെ ഹൃദയം പിളർന്നു. പുത്രൻ ഏറ്റുവാങ്ങിയത് മുഴുവൻ അമ്മയുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. എന്തുകൊണ്ടായിരിക്കാം പ്രിയമുള്ളവരെ ഈ അവസാന നിമിഷം ഈശോയുടെ തിരുവിലാവ് കുത്തിപ്പിളർന്നത്? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കട്ടെ. ഞാനും നിങ്ങളും ഒക്കെ ചെയ്ത രഹസ്യ പാപങ്ങളല്ലേ അതിന് കാരണം? നമുക്കൊരു ഉറച്ച തീരുമാനമെടുക്കാം. ഇനി എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിക്കില്ല, ഈശോയുടെ സ്നേഹത്തിൽ ഞാൻ ആയിരിക്കുമെന്ന്. വിശുദ്ധ സിറിൽ ഇപ്രകാരം പറയുന്നു: മറിയത്തെ മാറ്റി നിർത്തിയാൽ വിശുദ്ധ കുരിശ് താഴെ വീഴുമെന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അമ്മയില്ലാതെ നമുക്ക് ജീവിക്കുവാൻ പറ്റില്ല. ഈശോയ്ക്ക് ആ കുരിശിലേറുവാനുള്ള കരുത്തും ബലവും ശക്തിയും എല്ലാം നൽകിയത് ആ അമ്മയാണ്. ആ കാൽവരിയിലേക്കൊന്ന് നോക്കുക. അമ്മയോടും ഭക്ത സ്ത്രീകളോടും കൂടി ഒരുവൻ നിൽപ്പുണ്ട്. ഈശോയെ ഏറ്റവും സ്നേഹിച്ചവൻ, ഈശോയുടെ മാറിൽ കിടന്ന സ്നേഹം വലിച്ചുറ്റി കുടിച്ചവൻ യോഹന്നാൻ. അവൻ എഴുതി വെച്ചു ദൈവം സ്നേഹമാണെന്ന്. അവൻ്റെ പ്രായം നിങ്ങൾക്ക് പറയാമോ? നിറയൗവനം. ആ നിറയൗവനത്തെ ലോകത്തിൽ മറ്റൊരിടത്തും കാഴ്ചവെക്കാതെ വിശുദ്ധ കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചങ്ങ് നിന്നു. ഇത് ത്രിത്വത്തിൻ്റെ അകതാരി ജ്വലിപ്പിച്ചു. ത്രിത്വം കൂടി ആലോചിച്ചു, ഇതിലും വലിയ സ്നേഹമുണ്ടോ? ഇതിലും വലിയ സമർപ്പണമുണ്ടോ? നമ്മുടെ യോഹന്നാന് എന്താണ് ഒരു സമ്മാനം നൽകുക? ഈശോ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിധിയായ, എൻ്റെ ബലമായ അമ്മയെ എൻ്റെ യോഹന്നാന് നൽകുന്നു. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയെ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവസാന നിമിഷം ഈശോ നൽകിയത്. കാരണം അമ്മയില്ലാതെ ഒരു നിമിഷം പോലും നമ്മൾക്ക് ജീവിക്കുവാൻ പറ്റില്ല മക്കളെ. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഓരോ നിമിഷമുള്ള ചലനങ്ങൾ, അവൻ്റെ കരച്ചിലിന് എല്ലാം പല അർത്ഥങ്ങളാണ്. അത് മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അവന് ഭക്ഷണം വേണമെങ്കിലും, അവൻ ഉറങ്ങണമെങ്കിലും, അവൻ എന്താവശ്യമാണോ അതെല്ലാം അവൻ കരച്ചിലിലൂടെയാണ് അമ്മയെ അറിയിക്കുക. അതെല്ലാം തിരിച്ചറിയുന്നത് ഈ അമ്മ മാത്രമാണ്. അതുകൊണ്ട് അമ്മയില്ലാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അമ്മയെ കൂടാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് അവസാന നിമിഷം ഈശോ ആ കുരിശിൽ കിടന്ന് നമുക്ക് അമ്മയെ നൽകിയത്. ഈശോ കടന്നു പോകുമ്പോൾ നമുക്ക് 3 സ്നേഹസമ്മാനങ്ങൾ നൽകിയാണ് കടന്നുപോയത്. ഒന്നാമതായി പരിശുദ്ധ കുർബാന, 2 പരിശുദ്ധ അമ്മ, 3 പരിശുദ്ധാത്മാവ്. പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ബോംബ് സ്ഫോടനമാണത്. ഒരു ഡയാലിസിസ് പ്രോസസ്സാണത്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഒരു വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അവിടെ എല്ലാം ക്യാഷ്ലെസ് ആണ്, എല്ലാ ചികിത്സയും ഫ്രീ ആണ്. അവിടെ MRIയും സ്കാനിങ്ങും എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് ഫ്രീ ആണ്. അവിടുത്തെ ഡയാലിസിസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഹോളി ബ്ലഡ് കൊണ്ടാണ് അവിടെ ഡയാലിസിസ് നടക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം ഇനിയുള്ള നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ആ ഒരു ചിന്തയോടെ, ആ ഒരു സ്നേഹത്തോടെ വേണം, ആ ഒരു കരുതലോടെ വേണം നാം വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാനായിട്ട്. രണ്ടാമതായി നാം കാണുന്നു, പരിശുദ്ധ അമ്മയെ നമുക്ക് ഈശോ നൽകി. പരിശുദ്ധ അമ്മയില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല പ്രിയമുള്ളവരെ. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞാനൊരു യാത്രയിലായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഭർത്താവും കൂടി, ഞങ്ങളുടെ യാത്രയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഒരു മുഴുവൻ ജപമാലയാണ് എപ്പോഴും ഞങ്ങളുടെ ടാർജറ്റ്. അങ്ങനെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. ഒരു ടിപ്പർ ഇടിച്ച് ഞങ്ങളുടെ വാഹനം പൂർണ്ണമായും തകർന്നു. എങ്കിൽ ആ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന എനിക്കോ എൻ്റെ ഭർത്താവിനോ ഒരു പോറൽ പോലും സംഭവിച്ചില്ല. ഹല്ലേലൂയ. ഈ 3 സ്നേഹസമ്മാനങ്ങൾ, പരിശുദ്ധ കുർബാന, പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവ്, ഈ 3 സ്നേഹസമ്മാനങ്ങൾ കൊണ്ട് നമ്മൾ നിറയണം. അമ്മ ജീവിക്കുന്ന കുടുംബങ്ങളും ജീവിതങ്ങളും ഉണ്ടാവണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരു ആശയമാകരുത്, അനുഭവമാകണം പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ മാധ്യമമാണ് പരിശുദ്ധ മറിയം. അമ്മയോട് ചേർന്നാൽ, അമ്മയോട് ചേർന്ന് ആരാധിച്ചാൽ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇരട്ടി അഭിഷേകമാണ് ലഭിക്കുക. ഗബ്രിയേൽ മംഗളവാർത്ത അറിയിച്ച നിമിഷം മറിയം എങ്ങനെ ഗബ്രിയേലിൻ്റെ മുമ്പിൽ നിന്നുവോ അതുപോലെ തന്നെ നമ്മൾ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയമുള്ളവരെ.
ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു സ്നേഹത്തോടെ വേണം നാം ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കാൻ. നമ്മൾ സ്നേഹത്തോടെ ചെല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് ഓരോ റോസാപ്പൂക്കളാണ്. നമ്മൾ ഒരു മുഴുവൻ ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ റോസാപ്പൂക്കൾ കൊണ്ടുള്ള ഒരു കിരീടമാണ് നമ്മൾ അമ്മയ്ക്ക് നൽകുക. അമ്മ അതൊത്തിരി സ്നേഹത്തോടെ സ്വീകരിച്ച് നമ്മുടെ ജീവിത പ്രാർത്ഥനയിലെ കുറവുകളെയെല്ലാം നിറവുകളാക്കി ദൈവകരങ്ങളിലേക്ക് കൊടുക്കും. അവിടെയാണ് പൂർണ്ണതയുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതം പൂർണ്ണമായും നിറവേറ്റിയവൾ തുടക്കം മുതൽ ഒടുക്കം വരെ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിച്ച നിമിഷം മുതൽ കാൽവരി കുരിശു വരെ എപ്പോഴും അമ്മ ആ മകനോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ കുരിശിൻ്റെ വഴിയിലെ 4-ാം സ്ഥലത്ത് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച കാണുന്നുണ്ട്. മകൻ്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു, അമ്മയുടെ വേദന മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നുവെന്ന്. അവിടെ മാതാവ് ഓടിയെത്തിയത് ആ മകനെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുവാനാണ്. മാതാവ് എന്ന വാക്കിന് അർത്ഥം തന്നെ മാതൃക എന്നാണ്. ലുക്ക 1:39 ആത്മാവിനാൽ നിറഞ്ഞ് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് നാം കാണുന്നു. അത് സേവനത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടുന്ന അമ്മ വചനം പറയുന്നു, സുവിശേഷൻ അടിവരയിട്ട് പറയുന്നു, അമ്മ 3 മാസത്തോളം അവിടെ താമസിച്ച് എലിസബത്തിനെ ശുശ്രൂഷിച്ചുവെന്നാ പറയുക. നമ്മളുടെ ശുശ്രൂഷ മനോഭാവം എങ്ങനെയാണ് നിൽക്കുക? നമുക്ക് വളരെ സെൽഫിഷാണ്. നമ്മളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നാം ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുക. എന്നാൽ ഇനി മുതൽ നമുക്കും അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ പാത നമ്മൾ പിന്തുടരേണ്ടതല്ലേ? നമ്മൾക്കും ആ ഒരു സേവന മനോഭാവം, ആ ശുശ്രൂഷ മനോഭാവം ഉണ്ടാകേണ്ടതാണ്. മൂന്നാമതായി, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാ പറയുക. അമ്മ ശിമയോന്റെ കയ്യിലെ സമർപ്പണം മുതൽ വേദനിച്ച് അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് കുരിശിൻ്റെ വഴിയിൽ പുത്രനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ വേദന, അമ്മയുടെ മുഖത്താ വിരിഞ്ഞത് സന്തോഷമാണോ, സംതൃപ്തിയാണോ, സങ്കടമാണോ? ആ മുഖഭാവം ഒരു ചിത്രകാരനും ഇന്ന് വരെ ചിത്രീകരിച്ചിട്ടില്ല. എങ്കിലും സഭ നമ്മളെ പഠിപ്പിക്കുന്നു, അവള് സകരക്ഷകയാണ് എങ്കിൽ ആ മുഖത്ത് വിരിഞ്ഞത് സംതൃപ്തി തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മംഗളവാർത്ത അറിയിച്ച നിമിഷം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് 7 വാളുകൾ എടുത്തു വെച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, കുരിശ് എടുത്തു വെച്ചു എന്നാണ് നാം കാണുക. ഈ 7 വാളുകൾ, ഒന്നാമതായി ഈജിപ്തിലേക്കുള്ള പലായനം, 2 ശിമയോന്റെ കയ്യിലെ സമർപ്പണം, 3 12-ാം വയസ്സിലെ കാണാതെ പോക്ക്, വിശുദ്ധ കുരിശിൽ, അമ്മയുടെ മടിയിൽ, കല്ലറയിൽ. അമ്മയുടെ ഹൃദയത്തിലൂടെ 7 വാളുകൾ കടന്നുപോയിട്ടും അമ്മ കുരിശിൽ നിന്ന് പിടിവിട്ടില്ല. അമ്മ ഈ 7 വാളുകളെ 7 സുഗന്ധ പുഷ്പങ്ങളാക്കി മാറ്റി. ഒന്നാമതായി അഗാധമായ വിശ്വാസം, അനസ്യൂതമായ എളിമ, നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം, തീക്ഷ്ണമായ സ്നേഹം, വിശിഷ്ടമായ പ്രാർത്ഥന, ഉറച്ച ശരണം, ആഴമേറിയ മൗനം. നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ അത് സ്വീകരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വീകരണം ഒരു അസ്വസ്ഥതയോടെയല്ലേ നമ്മൾ സ്വീകരിക്കാറ്. എങ്കിൽ ഇന്നു മുതൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം. നമുക്കുണ്ടാകുന്ന ഈ സഹനങ്ങളെയൊക്കെ നമുക്കും സ്നേഹത്തോടെ സ്വീകരിച്ച് സുഗന്ധ പുഷ്പങ്ങളാക്കി മാറ്റാം, അനുഗ്രഹങ്ങളാക്കി മാറ്റാം. പ്രിയമക്കളെ, വിശുദ്ധ അഗസ്റ്റിൻ ഇങ്ങനെയാ പറയുക, എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നാവായി തീർന്നാലും മാതു പോരാ എനിക്ക് എൻ്റെ അമ്മയെ സ്തുതിക്കുവാൻ, അമ്മയെ പ്രകീർത്തിക്കുവാനെന്ന്. അത്രമാത്രം അമ്മയുടെ ബലവും കരുത്തുമൊക്കെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി തന്നെയാണ് വിശുദ്ധ അഗസ്റ്റിനും. സ്നേഹമുള്ളവരെ, ഈ അമ്മയോട് ചേർന്നാൽ 3 കിരീടങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഒന്നാമതായി ജീവിച്ചിരിക്കുമ്പോൾ പുണ്യങ്ങളുടെ കിരീടം, 2 മരണസമയത്ത് സമാധാന കിരീടം, 3 മഹത്വത്തിൻ്റെ കിരീടം. നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ അതല്ലേ പ്രിയപ്പെട്ടവരെ? മറിയത്തിൻ്റെ വിളി ദൈവത്തിൻ്റെ അമ്മയാവുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും വിളി അമ്മ തന്ന പുത്രനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതല്ലേ ഒരു ഡോർ ടു ഡോർ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുക. നമുക്ക് കിട്ടിയ ഈശോയെ നമുക്ക് പകർന്നു കൊടുക്കുവാനായി നല്ലൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 1:8 നാം കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും,
ജെറുസലേമിലും ജൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തി വഴിയും നിങ്ങളെനിക്ക് സാക്ഷികളാകുമെന്ന്. ഈശോ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിച്ചോ? ഇല്ല പ്രിയമുള്ളവരെ, ഈശോ തുടങ്ങി വെച്ചു, ഞാനും നിങ്ങളും അത് പൂർത്തിയാക്കണം. അതിന് നമുക്ക് അമ്മയുടെ സഹായം വേണം. നമ്മളെ ഉണർത്താനും ഒരുക്കാനും അമ്മ ഇതാ നിന്നോടുകൂടെ. സഹിയോൻ ശാല നിന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആ സഹിയോൻ ശാലയിലേക്കൊന്ന് കടന്നു ചെന്നാൽ മതി പ്രിയമുള്ളവരെ. ഈശോയുടെ വേർപാടിന് ശേഷം വേദനിച്ചിരുന്ന ശിഷ്യന്മാരെയെല്ലാം ചേർത്ത് വെച്ച് അമ്മ കൂട്ടിയിരുത്തി അവരുടെ ഹൃദയത്തിലെ മുറിവുകളെല്ലാം വെച്ച് കെട്ടി അവർക്ക് ആന്തരിക സൗഖ്യം നൽകി അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. അതുകൊണ്ട് നമ്മൾ ആത്മാവിനാൽ നിറയാനും നമ്മൾക്ക് ആന്തരിക സൗഖ്യം കിട്ടാനും നാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കണം, അമ്മയോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിൻ്റെ മനുഷ്യപ്രേമത്തിൻ്റെ കഥ പറയുന്ന സ്തുതികീർത്തനമാണ് ഈ ഒരേ ചരടിൽ കോർത്തിണക്കിയ ഈ ജപമാല. ഇതിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമേരിയാണ്. ഒരു ഗർഭസ്ഥ ശിശുവും അമ്മയും എന്നതുപോലെ തന്നെ നാമും ഈശോയെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മീഡിയേറ്ററാണ് പരിശുദ്ധ മറിയം. ആ ഒരു സ്നേഹത്തോടെ നാം കരുതലോടെ വേണം ഈ ജപമാല സ്വീകരിക്കാൻ. കാൽവരിയിലേക്ക് ഈശോ കുരിശും കൊണ്ട് യാത്രയെ പോയപ്പോൾ ഈശോയുടെ തിരുശരീരത്തിൽ നിന്നും അടർന്നു വീണ രക്തത്തുള്ളികൾ ഭൂമിയിൽ അതിപാവനമായി കിടന്നു. ദുഃഖവെള്ളിയുടെ മതിക്കുന്ന ഓർമ്മകളുമായി പരിശുദ്ധ അമ്മ അതുവഴി കടന്നു വന്നപ്പോൾ ഈ കടന്ന മുത്തുമണികളെല്ലാം പെറുക്കിയെടുത്ത് ഒരേ ചരടിൽ കോർത്തിണക്കിയ ഈ ജപമാലയെ നമുക്ക് സ്നേഹത്തോടെ വിശുദ്ധിയോടെ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ അമ്മ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളിലും വിശുദ്ധിയിലും പരിശുദ്ധിയിലുമൊക്കെ നയിക്കുവാനുള്ള ഒരു കൃപ തരും. ഇതൊരു വലിയ ആയുധമാണ് പ്രിയമുള്ളവരെ. ഈ ആയുധം എൻ്റെയും നിൻ്റെയും കയ്യിലുണ്ടെന്ന് നാം മറക്കരുത്. ഈ ആയുധം ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആയുധമാക്കുകയും ചെയ്ത വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസ ഇങ്ങനെ പ്രാർത്ഥിച്ചു: മറിയമേ, നിന്റെ ഹൃദയം എനിക്ക് നൽകുക, ഏറ്റവും അഴകുള്ളതും പവിത്രവുമായ ഹൃദയം. സ്നേഹിക്കുവാനും എളിമയിൽ ജീവിക്കുവാനുമുള്ള കരുത്തും അതുവഴി ഈശോയെ സ്നേഹിക്കുവാനുള്ള കൃപയും ഈശോയെ ശുശ്രൂഷിക്കുവാനുള്ള വരങ്ങളും തരണമേ എന്ന്. വിശുദ്ധ അപ്രേം ഇങ്ങനെ പറയുന്നു: മറിയത്തിൻ്റെ നാമം വിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ താക്കോൽ നമുക്ക് ലഭിക്കുമെന്ന്. എങ്കിലും നമുക്കും ഈ നിമിഷം മറിയത്തിൻ്റെ നാമം വിളിച്ച് ആ സ്വർഗത്തിൻ്റെ താക്കോൽ നമുക്കും സ്വീകരിക്കാം. ആ സ്വർഗത്തെ കൂട്ടുപിടിച്ചാൽ നമ്മൾക്കും നല്ല ബലവും കരുത്തുമൊക്കെ ലഭിക്കും മക്കളെ. അതിനായി നമുക്കും അമ്മയോട് ചേർന്ന് ആ സ്വർഗത്തിൻ്റെ വാതിൽ സ്വീകരിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ വാമൃതം.